ചെന്നിത്തലയോട് മന്ത്രിസഭയിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ടാൽ രമേശ് ചെന്നിത്തലയ്ക്ക് അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിനെ മന്ത്രിസഭയിൽ എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അത് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുമുള്ള അവകാശം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ പോലെ വളരെ സീനിയറായ കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗമായ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും സീനിയറായ ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നത് ശരിയാണ്? അദ്ദേഹത്തെ ഒരിടത്തും മാറ്റി നിർത്തിയിട്ടില്ലല്ലോ. അദ്ദേഹം എത്ര വർഷത്തെ സീനിയോറിറ്റി ഉണ്ട്. അദ്ദേഹം KSUവിൻ്റെ കേരളത്തിലെ പ്രസിഡൻ്റായിരുന്നു, NSUയുടെ പ്രസിഡൻ്റായിരുന്നു, കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം ദേശീയ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ 25ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ MLA ആക്കി, 27 മന്ത്രിയാക്കി, നിരവധി പ്രാവശ്യം കോട്ടയത്തും മാവേലിക്കരയും പാർലമെൻറ്റ് അംഗമാക്കി, പിന്നീട് AICC സെക്രട്ടറിയാക്കി, പിന്നീട് അദ്ദേഹത്തെ പാർട്ടി അസംബ്ലിയിലേക്ക് മത്സരിപ്പിച്ചു. 9 വർഷക്കാലം KPC പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ ക്യാബിനറ്റിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പിന്നീട് പ്രതിപക്ഷ നേതാവായി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി കൊടുക്കേണ്ട എല്ലാ അംഗീകാരവും കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിനും തർക്കമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അനുഭവ സംഭവത്ത് സതീശൻ മന്ത്രിസഭയ്ക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് തന്നെയാണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, ഞാനങ്ങനെ അഭിപ്രായപ്പെട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അദ്ദേഹം മന്ത്രിയാകണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത്. ശ്രീ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അദ്ദേഹത്തെ അറിയിക്കും. അത് സ്വീകരിക്കാനും നിരാകരിക്കാനുമുള്ള അവകാശം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ഈ ക്യാബിനറ്റിൽ ചെന്നിത്തല അനിവാര്യനാണോ? അത് ഞാൻ പറഞ്ഞല്ലോ, ക്യാബിനറ്റിൻ്റെ തലവനെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അനിവാര്യനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ട മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ്. ഇതിനകത്ത് ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉൾപ്പെടുത്തിയാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ വീഴ്ചകൾ പരിഹരിച്ച് ഇത്തവണ നല്ല സർക്കാരായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? അല്ല, അതിപ്പോൾ സർക്കാരിൽ ജനങ്ങളൊരു വലിയ പ്രതീക്ഷയും വിശ്വാസവും അർപ്പിച്ചു. അതുകൊണ്ടാണല്ലോ മറ്റു പല ഘടകങ്ങളും പരിശോധിച്ചിട്ട് അദ്ദേഹത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കിയത്. ഇനി എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ആർജിച്ചുകൊണ്ട് എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു നല്ല ക്യാബിനറ്റ് ഉണ്ടാക്കി ആ ജനങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം, പ്രതീക്ഷ അത് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി, നിയുക്ത മുഖ്യമന്ത്രി ശ്രീ VD സതീശനുള്ളതാണ്. അദ്ദേഹത്തെ അതിനെക്കുറിച്ചൊന്നും പഠിപ്പിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 3 പ്രധാനപ്പെട്ട നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ക്ലെയിം ഉണ്ടായിരുന്നു. അതൊരു തെരുവിലേക്ക് ഒരു വലിയ പ്രതിഷേധമോ സമരമൊക്കെ ആയിട്ട് മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ അതിനുശേഷം ഒടുവിൽ ഒരു തീരുമാനം വന്നു. ഇത് ഒരു ഗ്രൂപ്പ് പോരിലേക്ക് പോകുന്നുള്ളൊരു ആശങ്ക താങ്കളെപ്പോലുള്ളവർക്കുണ്ടോ? അങ്ങനെയുള്ളൊരു ആശങ്കയിലേക്ക് പോയാൽ ഒരു വലിയ നിരാശയായിരിക്കില്ലേ കോൺഗ്രസിന് 10 കൊല്ലത്തിന് ശേഷം വരുന്ന ഒരു ഭരണത്തിനുണ്ടാവുക? അല്ലെ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 2 പേരാണല്ലോ ഏറ്റവും അവസാനം വരെ രംഗത്തുണ്ടായിരുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടന്നുടനെ തന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം താൻ അംഗീകരിക്കുന്നുവെന്നും ശ്രീ VD സതീശനെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിനും സർവ്വവിധ പിന്തുണയും അദ്ദേഹം കൊടുക്കുന്നുവെന്നും വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി. അത് ആത്മാർത്ഥമായ രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ഈ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കമാണ് പ്രതികരണം. പാർട്ടി അദ്ദേഹത്തെ എല്ലാ നിലയിലും പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഈ പറയുന്ന നിലയിലുള്ള ചെന്നിത്തലയുടെ അതൃപ്തിക്ക് വലിയ പ്രസക്തിയില്ല എന്നുള്ള നിലയിലുള്ള പ്രതികരണമാണ്. പ്രവിധ ഏറ്റവും പ്രധാനം എല്ലാ നേതാക്കളും ആ നിലയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ ഒരു ടീം UDF എന്നൊരു ഐക്യം പകരാൻ കൂടിയാണ് അവർ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.